ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മളാക്കി എടുത്ത് ഇനിയിപ്പോ നമ്മളെ ഇന്റർവ്യൂ എങ്ങനെ കിട്ടാ ഞാൻ അടുത്ത വീഡിയോ മാറ്റി പിടിക്കാം. ഇനി വീഡിയോക്ക് വെറുതെ പറഞ്ഞ കാര്യമില്ലേ. പിന്നെ ഞങ്ങളിപ്പോ വീഡിയോ എടുക്കുന്നതിനിടയിൽ വേറെ സംഭവം ഇട്ടോ. എന്താ ഞാൻ കാര്യം കാണിച്ചു തരാം. നമ്മളെ പഴയ വീഡിയോ ഉണ്ടായിരുന്ന സംഭവമാണ്. പഴയ വീഡിയോയിൽ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ക്ലീനിങ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്ത സമയത്ത് ഇതിന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇത് ഇതേപോലത്തെ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സംഭവം ഞാൻ എന്താ പറയാ, എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ അതായത് സങ്കടമായി കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ജീവനെ കുത്തി നിർത്താം. അത് എവിടെ കുത്തി നിർത്തിങ്ങനെ നോക്കാം. അതിന്റെ ആസനത്തെ കുത്തി കയറ്റി അങ്ങനല്ല, അതിന്റെ കൂടെ അതന്നെ ആസനം എന്ന് പറയുന്നത്. അയച്ചു കണ്ടു അതിന്റെ ആസനം. മലദ്വാർ മലബാർ ഗോൾഡ് ഇതാണ്ടാ, ഇതാണെന്ന് തോന്നുന്നുണ്ട്. ആണാണെന്ന് തോന്നുന്നുണ്ട്. ഇത് അതിന്റെ അടിയിൽ നമ്മളെ റെഡാണ്. സങ്കടം ഉണ്ട്. എനിക്ക് സങ്കടം ആയതുകൊണ്ട് ഞാൻ അവിടെ കല്ലും വെച്ച് ഉണക്കി. സങ്കടമായുണ്ട് അങ്ങനല്ല, കല്ലും വെച്ച് ഞാൻ ഉണക്കിയപ്പോ ഇങ്ങനെ വടി മരിക്കണം. പിന്നെ കളറ് കുറച്ച് ദിവസം കഴിയുമ്പോ കളർ പോയി. പിന്നെ അപ്പുറത്തെ എന്റെ കസിന് ഈ കണ്ണെന്ന് പറയും, അവൻ എന്ത് ചെയ്തു അവിടത്തുണ്ടേ അവിടെ വെച്ചിട്ട് ടെറസിന്റെ പോലെ ഉണക്കാട്ട് ഈ സാധനത്തിന് ഇതിനെ ഉണക്കാട്ട്. എന്നിട്ട് പറയേ അടാ അതോക്കടാ, ഇത് എന്ത് സാധനം നോക്ക്, ഇത് വടിവായിരിക്കണോക്കെ പറഞ്ഞിട്ട് കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് വന്നാളെ, ഇത് ഞാൻ സംഭവം ചെയ്യണം. ഞാൻ എന്ത് സംഭവം അറിയാം, നമ്മള് ജുറാസിക് വേൾഡ് സിനിമയൊക്കെ അതിന് മോട്ടിവേറ്റ് ആയിട്ട് ചെയ്തു. ജുറാസിക് വേൾഡിൽ അവിടെ ഇങ്ങനെ നിർത്തിക്കണം. പക്ഷെ ഇതേമാതിരിയാ സംഭവം, ഇതേമാതിരില്ലേ എന്ത് ജുറാസിക് വേൾഡ്. ഞാൻ ഇടില്ലേ ജുറാസിക് വേൾഡ് ഇങ്ങനെ ചെയ്യുന്നത്. ജുറാസിക് വേൾഡ് വേറെ കണ്ടു. അപ്പൊ ഇത് ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് കലിയത്താത്ത വന്നത്. കലിയത്താത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ അയൽവാസി കേട്ടോ. പെരുന്നാള്, നോമ്പ്, ഇതൊക്കെ ഞങ്ങൾ കനശ്വരമാക്കി തരുന്നത് കലിയത്താത്തയാണ്. കാരണം പത്തിരി, നെയ്ച്ചോറ്, ബീഫ്, മറ്റു മറിച്ച്, എണ്ണക്കായ്, മഞ്ഞക്കായ്, മറ്റേ മറിച്ച് ഇതൊക്കെ കൊടുക്കുന്നത്. ഇന്നൊരു ചെറിയ ഐറ്റം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അയക്കടക്കാം. അപ്പൊ കലിയത്താത്ത നമുക്ക് നോമ്പ് തുറക്കേണ്ട ഭാഗമായിട്ട് കുറച്ച് സാധനം കൊടുത്തു. ചിരിക്കണമല്ല, ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ടാ. അപ്പൊ എന്താ പറയാ, അപ്പൊ അറിയോ, ഞാനിവിടെ വർത്തമാനം പറയുന്നത് ഡെലിവറി കുറെ മിസ്സായി. ഇതൊന്നല്ല, ഇത് ഓർഡർ ചെയ്തിട്ടാ. ഞാനിത് നോക്കുമ്പോൾ എവിടെ കാർഡില്ല, ഇത് മിസ്സായത് ഇവിടുത്തെ ഇത് കടാ. രണ്ടാമത്തെ വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ഒരു കോമഡി കോട്ടെ ഞാൻ തൊന്നിട്ടില്ല എന്നിട്ട് അത് കട്ട് ചെയ്ത്, എന്നിട്ട് രണ്ടാമത്തെ കോമഡി മാത്രം നടന്നില്ല, തീറ്റ അതാണ് നമ്മളെ ഐ ടി കളിക്കണം എല്ലോ. അപ്പൊ ഇതാട്ടെ നല്ല ടേസ്റ്റ് സാധനം. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഏതൊരു വട എനിക്കറിയില്ല. ഞാൻ ചിലര് പൊക്കുവട. അപ്പൊ പണ്ടൊക്കെ നീ എന്താ പറയാ, കുക്കുവടയാണ്. എന്താ പൊക്കുവട പറയാൻ കാരണം എന്തെങ്കിലും വടയായിക്കോട്ടെ. അപ്പൊ ഞമ്മള് കണ്ട ഓരോന്നിച്ച് പോവും. അപ്പൊ നമ്മള് വീഡിയോ ഇതല്ല, അത് നമുക്ക് ഇത് കഴിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി വെക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്നാ, ഇന്നത്തെ പൊട്ടിപ്പോയി അല്ല പോയിന്ന് പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേര് ടിയർ ചലഞ്ച്. ഇത് നമ്മള് ചെയ്തിട്ടുള്ളൂ അല്ലേ? നമ്മൾ ചെയ്തല്ലേ, ചെയ്യാൻ പോണില്ലേ? പക്ഷെ ഇതില് മെയിൻ ഘടകം എന്ന് പറഞ്ഞ എടുക്ക സാധനം എടുക്കേ പോക്കറ്റിൽ വെച്ചിട്ടേ ഞാൻ പെട്ടെന്ന് മറക്കണോണ്ടേ. മറവി എത്ര നല്ല സംഭവം. ഞാൻ ആദ്യം തുള്ളി മരുന്നാ. ഇതെന്താന്ന് മനസ്സിലായേ?
അവിടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അല്ല ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ പറയട്ടെ ഇത് നമ്മൾ ടീർ ചലഞ്ച് എന്ന് പറയാണെന്നറിയോ ഇത് കണ്ടിന്യൂട്ടിച്ചാൽ കണ്ണിൽ നിന്ന് ധാരധാരയെ വെള്ളം വരുന്നതായിരിക്കും ആയിക്കോട്ടെ വെള്ളം വരിക വെള്ളം വരും ഇത് വെച്ച് കൊടുക്കുവോ വെള്ളം കണ്ണീര് വരും കണ്ണില് നമ്മള് പറയുമ്പോ വർക്കാക്കുക ഇങ്ങോട്ട് ഉണ്ടാക്കവേ അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കട്ടെ ആദ്യം ഇതിൽ ആരെങ്കിലും കിട്ടിക്കണ്ട് നടക്കണ നമുക്ക് മറ്റേ എക്സസൈസ് ഇട്ടല്ലോ ഞാൻ പറയാം പഴയതൊക്കെ പറഞ്ഞു പുതിയ ഞാനെണ്ണ നീ എണ്ണ മണ്ണ ഞാനെണ്ണ നീ എണ്ണ കുത്തി കുത്താന വരമ്പ കയ്യും കുത്ത് കടുക്കുത്തേടി വെള്ളം തറ വിട്ട കയ്യിലൊരു ബാങ്ക് ഇപ്പൊ പൊടുത്ത് അഞ്ചാറക്കി ഞാൻ മുടിച്ചത് പെന്ത് മുരിങ്ങാക്കോൽ കോയിന്റെ അടുത്ത് ഇല്ലന്റെ അടുത്ത് അല്ല കോല് കേട്ട് ഒരു ചന്ദ്രകല്ലില്ലേ എല്ലിന് മേലത്ത് വള്ളിണ്ട് കേട്ടോ വേറെ തപ്പല്ലേ കറക്റ്റ് ചെയ്യാ ഇതാ കറക്റ്റ് ഞാനെണ്ണ നീ എണ്ണ മണ്ണെണ്ണ അത് മതി നീ എണ്ണ നാക്കി രണ്ട് റാണ്ട് അടിയത്തെ ഞാൻ അത് പൂട്ടിക്ക് ഞാൻ പറയട്ടെ അപ്പൊ കൂടി പൂട്ടി അവിടെ ആസനത്ത് വെച്ചാലോ പിന്നെന്താ പറയല് തറ വർത്താനം പറയാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ ഇവർക്കാട്ടി വലിയ തറ ചെറുപ്പത്തിലേ തറയത് തറ എഴുതി പിടിച്ച് ആശ തറ എന്ത് തറയണോ ഒരു തറയമതാ നിക്കണം ചളി ഇമാതിരി ചളി ഇവന്റെ അടുത്ത് ഈ നിലവാരമില്ലാത്ത ചളികൾ വിളിക്കപ്പെടുന്നു ആ ചളി കാണിച്ചു തരും വീണ്ടും ചളി വാരി എറിയണം സീരിയസ് ആൾക്കാർ കാണാട്ടോ ഞങ്ങൾ ചതിച്ചു കഴിച്ചു ഇളങ്ങിയിട്ടില്ല ഇതിൽ കുഴമ്പില്ല ഇതാകെ നീര് മാത്രമേ എന്തിനാണ് ഇങ്ങനെ ചലടിക്കരുത് അല്ല കാര്യം പറഞ്ഞു ഇതിൽ ഇളനീര് കുഴമ്പെന്ന് എഴുതി കഴിഞ്ഞാൽ ഇളനീരും വേണം കുഴമ്പും വേണം ഇത് വെറും നീര് പറ്റിച്ച് എന്നോട് പറഞ്ഞ ആ തലപ്പത്ത് പിടിച്ച പ്രശ്നം അതാ ഉള്ളി പിടിക്കാ പുറത്തു പിടിച്ചു അപ്പൊ അവള് എടുക്കാൻ പോണി തല കുടഞ്ഞു എന്ത് കൂടിയാണ് ഒരു തുള്ളി ചെറുതായിട്ട് കസാര പൊട്ടിക്കോ ഒരു തുള്ളിട്ട എങ്ങനെ ചിട്ടിക്ക കണ്ണ് പറയട്ടെ കണ്ണിങ്ങനെ അതാക്കിട്ട് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവില്ലാത്തവനാണ് ഇതവിടെ അടി സൈഡിൽ പറഞ്ഞു പേടിപ്പിച്ചെനിക്ക് പേടിയോട് സഞ്ചാരം കണ്ണു പിടിച്ചേട്ടനെ അമ്മ പിടിച്ചിട്ട് നടക്കൂല നടക്കരുത് ബലമായി ചെയ്യണം അത് ഏറാട്ടോ മക്കളത് ഏറെടുത്ത് ആദ്യം ഏറൊന്നില്ല പിടിച്ചോട്ടാ ശരിക്കും പിടിച്ചോ എക്സ്പ്രഷൻ
ഇത് ചൂടാക്കി മൂടി അവിടെ പോയിട്ട് പണിയൊന്നും പാളിയിട്ടില്ല. പാളിയിട്ടൊന്നും ഇതിനും വലിയ കീടം ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ പൊട്ട തുടക്കി ഇവ തുറച്ചിട്ട്. പക്ഷെ ഇത് ഇതാവൻ വലിയ പക്ഷെ കാട്ടിക്കൂട്ടിലായിട്ട്. ഇത് കാര്യമില്ല കേട്ടോ. ഇത് നീറ്റില്ല നീറ്റില്ല. നീട്ടില്ല. ഇങ്ങോട്ട് പിടിക്കില്ല. ഇത് അവിടെ ആസനത്ത് കൊണ്ടുവച്ചിട്ട് ഇത് പിടിക്കില്ല. അത് കണ്ണെന്ന് വെള്ളം പറ്റേ. കണ്ണിനോട് കണ്ണ് തുറന്നു പിടിക്കാനോ പറഞ്ഞ. നാരങ്ങ അല്ല ഞാൻ അതിലുണ്ടാ ഒക്കെ കണ്ണില് കവിട്ടി കുറച്ചുള്ളൂ. ഞാൻ തുമ്പത്ത് പിടിച്ചേ ആളെ പിടിച്ച് കൈ കഴുകണോ? പിടിക്കാൻ പാടില്ല. അത് പ്രശ്നം. ഇനി അവിടെ കഴുകണ്ട. ഇനി മാറി ഇതിനെക്കാട്ടി വലിയ കാണുന്നുണ്ട് ഇതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് പ്ലാനഡ് അല്ല കേട്ടോ. ഞാനൊരു കുടുംബത്തിലായി പോയി ചേച്ചി. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു. ഇത്രയും അറിവും വിദ്യാഭ്യാസം ഇല്ലാത്ത കുടുംബത്തിലായി പോയി എന്റെ ജനനം. ദൈവമേ അയ്യോ. പക്ഷെ അറിവില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചാലേ പറയുക, അറിവില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ ജനിക്കുന്ന ആൾക്കും അറിവുണ്ടാവില്ല. പൊട്ട പൊട്ട മണ്ട മരമണ്ട കഴുതേ പൊട്ട. അതായത് ജനിതക ഒരു സംഭവം. ആദ്യം ഉറ്റിച്ച പാട് കുറച്ച് നീട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ച മരത്തെ എരിച്ചിലൊന്നും ചെയ്യട്ടാ. കണ്ണിന് വെള്ളം പോകാൻ വേണ്ടിട്ട് ചെറിയ രീതിയിലുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ എരിച്ചിലുണ്ടാവും തോന്നുന്നു. അല്ല ഞാൻ ഇപ്പൊ എന്തായാലും കാലിട്ട് അടിപ്പിക്കുന്ന ഇല്ലേ പറയാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് പണി ഇല്ലേ ഇല്ല ഒരു രീതിയിലുള്ള കൂതറ ബുദ്ധികളാണ്. അത് തരം താഴ്ന്ന ബുദ്ധികളാണ്. ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് എരിവുന്ന ഒരു എരിച്ചിലും ഇല്ല. അല്ല കാലിട്ട് എന്തിനാ അടിപ്പിക്കുന്ന കടകടകടകട എരിവയ്യ. ഞാൻ അടുത്തത് നമുക്ക് ഇവനെ കണ്ണു വെക്കാം. വസന്ത് പറഞ്ഞപ്പോ ഓവറാറ്റിങ് ആണ് ഡൗട്ട് ഉണ്ടേ. കാലൊക്കെ കൂടുതലായിക്കോട്ടെ. ജാണണം കുട്ടികളാ ഒരു എക്സ്പ്രഷൻ അതങ്ങനെ വണ്ടി വരെ ഇന്നരാ. എന്താ ഞാൻ പെണ്ണെ കൊറ്റിച്ചെടുക്കല്ലേ. തുണി ഉണ്ടോ? ആ തുണി ഹോ ഗൈസ്. അപ്പൊ എന്റെ കണ്ടില്ലേ അവിടെ ചെറിയ ഒരു ഇത് തന്നെയാ. അത് ഇവൻ കാരണം, ഇവൻ മാത്രം കാരണം. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറിയ എന്തൊക്കെയൊന്നും ആ മൂടില്ലേ, ആ മൂടിൻ്റെ കണ്ണിക്ക് വീണോന്ന് സംശയം. എനിക്കറിയില്ല. അപ്പൊക്ക് അതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയണില്ല. ഇനി അടുത്ത ആൾക്കാർ 3-4 ആൾക്കാർ ഇപ്പോൾ ഒറ്റയ്ക്കും ചെയ്തായിട്ട്. അപ്പോൾ അതിൽ മനസ്സിലാവും. ഇവനെ അറിയില്ല പറയില്ലേ ഇത്രയും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത. അപ്പൊ നമുക്ക് നേരെ ഐക്യ കിടക്കാം. ഏത് കസേര നമുക്ക് വാങ്ങാം. ഇത് കഴിയട്ടെ. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. ഇരുന്ന് കറങ്ങണ കസാരെ അപ്പൊ നമുക്ക് അച്ഛനെ കൊണ്ട് എത്തിക്കട്ടാ. ഹോസ്പിറ്റലാവും. അപ്പൊ നമുക്ക് നേരെ കിടക്കാം. ഇല്ലാതെ പേടി കൊടുക്കച്ച. ഇത് വീഡിയോക്ക് എക്സ്പ്രഷൻ ഇടില്ല. കാര്യക്ക് പേടി ആൾക്കാര് കാണുന്ന മോശമല്ലേ. ആൾക്കാര് പണ്ട് സിസ്റ്റർ എടുത്ത് അടിച്ച മാതിരി അടിക്കട്ടാ. ഉറപ്പണേ
അതേമാതിരി ഒരു ബരം പിടിച്ചിട്ടുണ്ടാന്ന് സൂചി അടക്കി പോയിട്ട് ഇവിടെ ഞാൻ ഒട്ടിച്ചില്ല അതിനെ പിടിക്കണ്ട ഒറ്റത്തുള്ളി അണിയെ അതെ ഓന്റെ സമാധാനത്തിന് ഓൻ പഞ്ചസാര ഇട്ട വേദങ്ങളൊക്കെ മാറുന്ന പറഞ്ഞ അപ്പൊ സമാധാനത്തിന് പഞ്ചസാര കൊണ്ടുവച്ചിക്കണ് ബാക്കിയുണ്ടമ്മ പാലിട്ട് കുടിക്കണം ഇത് ഒറ്റ കൊണ്ട് പ്രശ്നം നീടാ എന്ത് പറയുന്നത് ഈ സമയത്ത് ഇതെന്താ കളിക്കുന്നുണ്ടോ അമ്മേ കുറ്റിക്കല് പഞ്ചസാരടാ കണ്ണില് തിരിഞ്ഞ പഞ്ചസാര എന്നിട്ട് എന്ത് കാര്യടാ എടാ പൊട്ട പഞ്ചസാര ജീവരക്തം കൊടുത്തരും എരിവുണ്ടടാ നല്ല സുഖമുണ്ട് എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത് മോനത് പിടിച്ച വലിക്കൂ ഉണ്ടായിരുന്നോ ഇവിടെ പിടിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഇങ്ങനെ നിന്നുപോയി നീ കണ്ണു തുറക്കാൻ പറ്റില്ല ഞാൻ തിരിഞ്ഞേട്ടാ ഞാൻ ലെഫ്റ്റിലേക്ക് നോക്കൂ ഒന്ന് റൈറ്റിലേക്ക് നോക്കൂ പ്ലീസ് ലെഫ്റ്റ് റൈറ്റ് തിരിച്ചറിയാൻ പറ്റില്ല നീ നീക്കണോ ശരി പഞ്ചസാര പഞ്ചസാര വീര് കുറച്ചുകൂടി തെറ്റോ എന്റെ മാരി അല്ല ചളി ചളി അടിച്ചായിരുന്നു ഇപ്പൊ തന്നെ ചളി അടിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും സങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തൊറ്റിക്ക ടൈം പെട്ടെന്ന് പോകുക സങ്കടം തീരും ചെയ്യും വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒറ്റിക്ക കരഞ്ഞ് അഭിനയിക്കാനൊക്കെ നല്ലതല്ലേ ഓ പിന്നെ അഭിനയിക്കാനൊന്നും പറ്റില്ല കരയാനേ പറ്റും അല്ല ചിരിക്കണ്ട ഇങ്ങൊക്കെ ഉണ്ട് ഞാനില്ലാർക്കുണ്ട് എനിക്കിതറിയില്ല പഞ്ചസാര കൊണ്ട് കുറച്ച് എരിവ് കുറഞ്ഞിട്ടാ ഈ കളി എനിക്കറിയില്ല എനിക്ക് വേണ്ട പഞ്ചസാരനുണ്ട് കുറച്ച് എരിവ് കുറവുണ്ട് എടാ പിന്നെ കണ്ണിൽ നീട്ടത് പഞ്ചസാര തിന്നിട്ട് എന്താ അപ്പൊ ഇതാണ് തുറക്കടാ തുറന്നത് ശരി തുറന്നത് കുറഞ്ഞത് വേദന കുറഞ്ഞു നീറ്റ കുറഞ്ഞ എടാ ഇത് മറ്റേ വാസണ്ണയുടെ അല്ലേ നീ കൊള്ളാവുന്നോടേക്കാ പെണ്ണെ ഇത് കരട് ഞാൻ തട്ടണടാ കരട് വരണടാ കരട് ഇപ്പൊ കഴിഞ്ഞ കരട് കുടിക്കണ കരട് കുടിക്കണ കരണ്ട് കുടുങ്ങി ഒഴിവാക്കണ അവിടെ കുത്തോടാ കൂടി ശരിക്കിരിക്കി ശരിക്കിരിക്കി കണ്ണീര് നല്ല ഉപ്പ് മറ്റേ ഇട്ടോന്നുണ്ടല്ലോ കുറച്ച് പഞ്ചസാര കൂടി ഏകദേശം കുറച്ചില്ല ഇത് കരട് അവിടെയും കൂടി കരട് കൂടെ കണ്ണ് നല്ല ക്ലീൻ ആവും അതിനങ്ങനെ വൃത്തിയായിട്ട് പക്ഷെ എക്സ്പ്രസ് ഇട്ടില്ലാന്ന് ഉറക്കി വിശ്വസിക്കാൻ പിന്നെ 1000 ഇതൊരു കുലുക്കിട്ട് ആയിട്ട് അത് നമ്മളെ പിറ്റിച്ചോട്ട് വെച്ചിട്ടോ നിനക്കോ പിറ്റിച്ചോട്ട് വെച്ചിട്ടോ ഉണ്ടാകുന്നാവും ഷേപ്പ് നിങ്ങൾക്ക് സമാധാനായില്ലേ നല്ല സുഖം കിട്ടറേ ഞങ്ങക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ടാ അതാണ് രണ്ടു ഇട്ടിട്ടുണ്ട് ഇനി
അമ്മയ്ക്ക് അച്ചൊട്ടിച്ചെടുക്കുക. അവൻ എന്താ പറയാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നൽകാൻ പറ്റുന്ന നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഇത് അല്ലേ? അപ്പൊ അതെ അതെ. പക്ഷെ ആദ്യമായിട്ടാ ഒരു ഇളതിരിക്കുമ്പോൾ ഇത് പഞ്ചസാര വാരി തിന്നുന്നതാണ് സത്യമായിട്ട്. ഞാൻ ഇവരോട് പഞ്ചസാര വാരി തിന്നുന്നില്ല. അമ്മയ്ക്ക് എന്താ പറയുന്നത്? എടാ നല്ല നീറ്റുണ്ടാവും, നല്ല നീറ്റുണ്ടാവും. ഒറ്റിക്കണ നീറ്റൊന്നുമില്ല കേട്ടോ. ഭാര്യയോട് ചെയ്യുന്നു. മെല്ലെ ആക്കത്ത് മൂടി അത് തിരക്കൂല. എനിക്ക് പറ്റിയ അമ്മളികൾ ഉറങ്ങിട്ടേ. ഇങ്ങനെ കിട്ടുന്ന ഒരു സുവർണ അവസരങ്ങൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഒഴിവാക്കാൻ പറ്റില്ല. ഒറ്റൊന്നുകൂടി തുറക്ക് കണ്ണുകൾ തുറക്കൂ, കണ്ണീർ സമയം. കണ്ണുകൾ തുറക്കൂ, കണ്ണുകൾ തുറക്കൂ. ചെറിയ ചെറിയ തുറ. അയി മൊത്തം പുറത്തേക്ക് പോയി. വെളിച്ചം ക്ലിയർ ആവില്ല. നീങ്ങിക്ക് വിട്ടുപോടെ. കണ്ണ് ചെറുതായിട്ടും തുറക്കൂ. പകുതി ഹാഫ് തുറക്ക. ഹാഫ് എന്റെ കണ്ണിക്ക് എത്തിക്കാൻ അയ്യോ അടുക്കളത്തെ പൊടിയും പടലും പോട്ടെ. എന്റെ രണ്ട് കണ്ണും പീസായി. കണ്ണ് കാഴ്ച പോവല്ലെങ്കിലോ കാഴ്ചയില്ല. കണ്ണ് കാഴ്ച കൂടുക. ഇനി സൂര്യനെ വരെ അല്ല, ചന്ദ്രനെ വരെ കാണാം. ചന്ദ്രനുള്ളിലുള്ള ആൾക്കാരെ വരെ കാണാം. നീലാംശോനെ കാണാം. അച്ഛ എടുത്തൊക്കെ ഭക്ഷണത്തിന് നോക്കണേ. ഇതിപ്പോ തിണ്ടിയാണ്, പരമ ചെറ്റയാണ്. ഞാൻ എറിയും. ഞാൻ ബാക്കിയുള്ളതൊക്കെ വരാറ്. ഇങ്ങനെ എടുക്കൂ, ഇങ്ങോട്ട് എടുക്കൂ. സ്മൈൽ പ്ലീസ്. ചെറുതായിട്ട് തുറന്നു നോക്കാം, ചെറുതായിട്ട് തുറന്നു നോക്കാം. പക്ഷെ വല്ലാതെ വരുന്നീരാ കണ്ണീര്. കണ്ണു തുറക്കമ്മ, കണ്ണു തുറക്കി. എടാ നല്ല നീറ്റുണ്ടോ. ഒന്ന് തിരിക്കൊന്നും പോയി തോന്നി കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എല്ലാരും പറയാ ഇളനീർക്കോളം പറ്റിക്കുക നല്ലതാ കണ്ണിന്. പക്ഷെ അത്രയ്ക്കും നല്ലതാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അമ്മ വേറെ ഏതോ ലോകത്തെത്തി. അടുത്തു പോവല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ വെച്ചിട്ടാ, നമുക്ക് അച്ഛനെ കണ്ടു കിട്ടി. എല്ലാവർക്കും ഒന്നും പണിയോട് പണിയാണ്. അപ്പൊ നമ്മുടെ ഈ ചലഞ്ച് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്കൊക്കെ അടിക്കട്ടെ. നിങ്ങൾ ഈ ഇങ്ങനെ അലസത കാണിക്കില്ല, ലൈക്കൊക്കെ നേരത്തെ തന്നെ അടിച്ചേക്കുക അല്ലേ? ലൈക്ക് കമന്റ് ഒക്കെ നേരത്തെ തന്നെ അടിച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത് കഴിയാനായിട്ടില്ല, കുറച്ചും കൂടി കഴിയട്ടെ. അപ്പൊ നമുക്ക് നേരെ അച്ഛനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ കണ്ണൊക്കെ കണ്ടില്ലേ? നമ്മളെ കണ്ണിലൊന്നും പ്രശ്നം കിട്ടും. അമ്മനാണ് കുഴപ്പമൊന്നും കേട്ടാ. ഇനി നമ്മുടെ അടുത്ത ഇര എന്ന് പറയുന്നത്, ഇങ്ങോട്ട് നോക്കൂ, സ്മൈൽ പ്ലീസ്. ഇത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്ക വരിക, ഇങ്ങോട്ട് പിടിക്കുക. എന്റെ കണ്ണുകളിലേക്കും കാലൊക്കെ പിടിച്ചോളൂ കേട്ടോ. ഒരുത്തന്റെ കൈ പിടിച്ചിട്ട് എന്റെ പിടുക്ക പിടിച്ചു കേട്ടോ. കേട്ടാ. ഒന്ന് ശരി, വേദനകൾ സഹിക്കാൻ പറ്റത്താണ്. എന്താ ഞാൻ ഇത്രയും കഠിനാധ്വാനം ഇതുവരെ ചെയ്തിട്ടില്ല. 16 കണ്ണീര് വരൂടാ, കണ്ടല്ല. ഇതാകെ സീനായിക്കണ് ഗൈസ്. നമുക്കേ ലാസ്റ്റ് എല്ലാവർക്കും കൂടി വരാം. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ അച്ഛൻ്റെ കണ്ണിലെ അവസാനം സംഗതി കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ കണ്ണ് മരണം നീറ്റായിരുന്നു. നല്ല പിന്നെ എനിക്ക് നല്ല നീറ്റുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ എനിക്കറിയില്ല. അച്ഛന് ചെറിയ മുറി ഉണ്ടായാലും ഭയങ്കര പ്രശ്നം. ചെറിയ മുറി ഉണ്ടായിട്ടെന്നാ നല്ല നീറ്റുണ്ടായിരുന്നു. കല്ലല്ല അല്ലടാ, കണ്ണ് തുറക്കാൻ ചെറിയ നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ടായിരുന്നു. എല്ലാരും ഇളനീർക്കോളുമ്പോ ഒറ്റയ്ക്ക് നല്ല നീട്ടില്ല. പക്ഷെ ഞാൻ ഇതുവരെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടാ, ഇതിപ്പോ ഞങ്ങൾ ഒരാളിത് ചെയ്യാൻ നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് തോന്നി ഇതിന് ആവശ്യമുണ്ടോ. കറണ്ട് പോകുന്നുണ്ട് പക്ഷെ കറണ്ട് എടുത്ത് പക്ഷെ ഇതിന്റെ അകത്ത് തന്നെ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് മനസ്സിലാവണം എന്ത് സംഭവം എനിക്കറിയില്ല. നല്ലതാണ്. കൊറേ മുന്നൊക്കെ എല്ലാരും എത്തിച്ചേരുന്നില്ല പക്ഷെ അത്ര എനിക്കത്ര വലിയ പ്രശ്നം തോന്നി. ഇനി എന്താ ഒരു കണ്ണിന്റെ പ്രശ്നം എന്തൊക്കെ അറിയില്ല. സംഭവം നല്ല നീറ്റ് കുറവുണ്ട് കേട്ടോ. മനസ്സിലായിട്ട് ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ കാര്യം. അത് നമ്മളെന്താ അറിയോ, ഒന്നിന് കോൺസെൻട്രേഷൻ പോകുമ്പോ ഒന്നിട്ട് കോൺസെൻട്രേഷൻ കിട്ടും. ശരി എന്റെ കോൺസെൻട്രേഷന്റെ ഞാൻ എന്താ സ്വർഗ്ഗമാണ് സത്യം പറയാ. ഒറ്റിച്ചതേക്ക് ഓർമ്മയുള്ളൂ, രണ്ടാമത്തെ ഉള്ളു ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം ഇപ്പം ആസ്ഥാനത്താ പഠിച്ചിരുന്നത്. അതുകൊണ്ട് പറ്റി വരുന്നത് അവൾ ഇത് ഫുൾ വീഡിയോ കാണാത്തവർക്ക് ഇതിന്റെ എന്താന്ന് ലാസ്റ്റ് കാണുമ്പോ ഫസ്റ്റ് അതിന്റെ ഇടയിലാട്ടാ എന്റെ രണ്ടിലൊക്കെ കണ്ടോണ്ട് അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യാ, വീഡിയോ ഉണ്ടാവില്ല. വീട് ഉണ്ടാവും അലക്കെ എളിഞ്ഞ അമ്മ വരെ നോക്കിയാ. നമ്മൾ നാച്ചുറൽ ആണ്. ഇവര് ഫുൾ അഭിനയം. ഞാൻ പറയുന്നത് ഇപ്പൊ അഭിനയമാണ് ഫസ്റ്റ് തൊട്ടിട്ടാണ്. ഒന്ന് പോടാ. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യും. ഞാൻ പറയും ഇവനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല മനസ്സിലാണ്. അല്ല, സത്യസന്ധമായ കാര്യം. മനസ്സ് മാത്രമേ ഉള്ളൂ. പുറത്ത് മാർബിൾ ആണെങ്കിൽ ഉള്ളിൽ കരിക്കല്ല. കാര്യമായിട്ട് പറയാം. രണ്ടും തന്നെയാണ്. മാർബിൾ കരിക്കലൊന്ന് മാർബിളിനാണല്ലോ കൈങ്കല് ചെത്തിട്ട് മാറുണ്ടായത്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഇന്നിട്ടാ. അതൊക്കെ എന്താ അറിയില്ലേ, കാരണം നീ കുട്ടിയാണ്. ഇജ് മുതുക്കരു അങ്ങനെ കുറെയൊക്കെ ഊക്കുകളാക്കി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. കുറച്ചുകൂടി പ്രതീക്ഷ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പണക്കി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അങ്ങനൊന്നും കുഴപ്പമില്ല. അപ്പൊ 2 ലൈക്ക് 3 ലൈക്ക് ഇട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. 3 ലൈക്ക് ഇട്ടാൽ ലൈക്ക് പോവും. അങ്ങനെ അല്ല, 3 ലൈക്ക് ഇട്ടാൽ ലൈക്ക് കിട്ടും. പക്ഷെ തൊട്ടപ്പുറത്ത് പോയ ഡിസ്ലൈക്ക്. പിന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ അവന്റെ ബെല്ല് നമ്മൾ പൊട്ടിക്കും. പൊട്ടിക്കല് കുറച്ച് ഓവറാണ്. അപ്പൊ ഇതിലും സൂപ്പറായ വീഡിയോസ്, അതെ ഇതിലും സൂപ്പറായ വീഡിയോസ് അടുത്തിടുന്നതായിരിക്കും. ഒരേ സ്വർഗ്ഗമുണ്ട്. അപ്പൊ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ഇതിനും അടിപൊളിയായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.